ഹലോ ഗൈസ്, ബ്രാൻഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നാണ് 2020 വേൾഡ് കപ്പിന്റെ ഫൈനൽ ദിവസം. ഇന്നാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഫൈനൽ നടക്കുന്നത്. നമുക്ക് എപ്പോഴും ഞായറാഴ്ച നമുക്കൊരു ദയനീയ ഞായറാഴ്ചയാണ്. എല്ലാ ഫൈനലുകൾ ഞായറാഴ്ച കളിച്ച ഫൈനലുകളെല്ലാം നമ്മൾ തോറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു ഞായറാഴ്ചയാണ്, അങ്ങനെ ഒരു തോൽവി എന്നുള്ള ഞായറാഴ്ച തോൽവി എന്നുള്ള ഒരു ഇത് നമുക്ക് ഈ ഗെയിമിലൂടെ നമുക്ക് തിരുത്തി പറയണം. നമുക്ക് കപ്പടിച്ചേ പറ്റൂ, വിൻ ചെയ്തേ പറ്റൂ. അതിലൂടെ അതുമല്ല മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസണിന്റെ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്നത് സഞ്ജു സാംസണിന്റെ മികച്ചൊരു പെർഫോമൻസിന് വേണ്ടിയാണ്. എന്താകുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഇന്നത്തെ കളിയിൽ പെർഫോം ചെയ്യും എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ പെർഫോം ചെയ്യട്ടെ. സഞ്ജു സാംസണിലൂടെ ഇന്ത്യ മൂന്നാം കിരീടം നേടട്ടെ. മികച്ചൊരു ഇന്നിങ്സ് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. കോടിക്കണക്കിന് സഞ്ജു ഫാൻസ്, മലയാളി ആരാധകർ ഉറ്റുനോക്കിയിരിക്കുന്നതല്ല സഞ്ജു സാംസന്റെ പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും ഒരു 100 അടിക്കട്ടെ. 100 അടിച്ചുകൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക്, മൂന്നാം കിരീടത്തിലേക്ക് സഞ്ജു എത്തിക്കട്ടെ. ഇന്ത്യയുടെ മൂന്നാം കിരീടം ഇന്ത്യക്കായി സഞ്ജുവിലൂടെ നേടിക്കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഞ്ജു, തീർച്ചയായിട്ടും തോൽവികളിലൂടെ ഇത്രയും കഠിനാധ്വാനം കൊണ്ട് മികച്ച വേറൊരു കളിക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ മാത്രമേ ഉള്ളൂ. ഇത്രയും ആത്മവിശ്വാസത്തോടെ തിരിച്ചു വന്ന് കംബാക്ക് കൊടുത്ത ഒരു പ്ലെയർ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. തീർച്ചയായിട്ടും ഇതൊരു തിരിച്ചു വരവാണ്. ന്യൂസിലാൻഡ് സീരീസിനോടാണ്. ന്യൂസിലാൻഡ് സീരീസ് അമ്പേ പരാജയമായിരുന്നു. അമ്പേ നല്ല രീതിയിൽ പരാജയപ്പെട്ട ന്യൂസിലാൻഡ് സീരീസിലൂടെയാണ് സഞ്ജു വീണ്ടും ആത്മവിശ്വാസം തിരിച്ചു പിടിച്ചെടുത്ത് ഒരു കംബാക്ക് ഇന്നിങ്സ് ക്വാർട്ടറിലും സെമിയിലും കൊടുത്തു. തീർച്ചയായിട്ടും സഞ്ജുവിന്റെ ക്വാർട്ടറിലെ ഇന്നിങ്സ് പറയാൻ തന്നെ വേണം. 97 റണ്ണ് മികച്ച രീതിയിലുള്ള കംബാക്കാണ് കൊടുത്തത്. അതേപോലെ സെമി ഫൈനലിലെ ഇന്നിങ്സ്. അത് രണ്ടും കൊണ്ടാണ് ഇന്ത്യ ഇന്ന് ഫൈനലിൽ എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അടിയുറച്ച് പറയാം. പിന്നെ ഒരു ബുംറയുടെ സ്പെല്ല്, സെമി ഫൈനലിലെ അവസാനത്തെ 17ാമത്തെ ഓവറുള്ള സ്പെല്ല് തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ മത്സരം ക്രൂഷ്യൽ മത്സരമാണ്. ന്യൂസിലാൻഡ് നല്ല രീതിയിൽ ഫോമാണ്. ന്യൂസിലാൻഡ് ടീം എന്നത്തേക്കാളും നല്ല രീതിയിൽ ഫോമിലാണ് നിൽക്കുന്നത് ന്യൂസിലാൻഡ് ടീം. ഇന്നത്തെ മാച്ച് ഒരു ക്രൂഷ്യലാണ്. തീർച്ചയായിട്ടും ന്യൂസിലാൻഡിനെ പരാജയപ്പെടുക എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചൊരു നിമിഷമാണ്. തീർച്ചയായിട്ടും ന്യൂസിലാൻഡ് നല്ല രീതിയിൽ ഫോമാണ്. ഫിൻലാൻഡും സെൽഫർട്ടും നല്ല രീതിയിൽ ഫോമിൽ പോയിക്കൊണ്ടിരിക്കും. ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് നല്ല ഫോമിലാണ്. കഴിഞ്ഞ കളിയിൽ നല്ല രീതിയിൽ അവർ സൗത്ത് ആഫ്രിക്ക അടിച്ച് അമർത്തുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇന്നത്തെ കളിയിൽ അവരെ ഒതുക്കാൻ വേണ്ടി ബുംറയുടെ വജ്രായുധങ്ങളിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പണി പാടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ബുംറ നല്ല ബോളിംഗ് ഓപ്ഷൻസ്, ഇന്നത്തെ ബോളിംഗ് ഓപ്ഷൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ആവട്ടെ. അതിലാണ് നമ്മൾ ഇന്ത്യയുടെ മികച്ച വിജയിക്കുന്നത്. തീർച്ചയായിട്ടും കാരണം വരുൺ ചക്രവർത്തി കഴിഞ്ഞ മാച്ചിൽ നല്ല രീതിയിൽ ഒരുപാട് അടി വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു സഞ്ജുവിൻ്റെ ഒരു 100, സഞ്ജു ഒരു ഫൈനലിൽ ഒരു 100 എടുത്ത് മാൻ ഓഫ് ദ മാച്ചും മാൻ ഓഫ് ദ സീരീസ്, ടൂർണമെന്റിലെ മാൻ ഓഫ് ദ സീരീസ് സഞ്ജു ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും നടക്കട്ടെ, നല്ലത് മാത്രം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം ഗാർഡൻ.